ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മൗണ്ട് ഗാംബിയർ വന്നിട്ട് നമ്മൾ നേരെ പോയത് ബ്ലൂ ലേക്കിലേക്കാണ് കേട്ടോ. ബ്ലൂ ലേക്ക് എന്ന് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് സാധാരണ ലേക്ക് പോലെയൊക്കെ തന്നെയായിരിക്കും, കുറച്ച് ബ്ലൂ കളർ എങ്ങാനും കൂടുതലുണ്ടായിരിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴല്ലേ ഇത്ര മനോഹരമാണെന്ന് മനസ്സിലായത്. ഇത് ശരിക്കും ഉജാല കലക്കി വെച്ച പോലെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗ്ലോയും വരുന്നുണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ബ്ലൂ കളറിലുള്ള പേൾ എങ്ങനെയുണ്ടായിരിക്കും അതുപോലെയായിരുന്നു കേട്ടോ. ഈ പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത് വോൾക്കാനിക് ഇറപ്ഷൻ മൂലമാണ് കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ എനിക്ക് പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ലോകത്ത് 4 ലേക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്നാണ് കേട്ടോ ഇപ്പോൾ മൗണ്ട് ഗാംബിയർ ഉള്ളത്. അതുമാത്രമല്ല സീസൺ അനുസരിച്ചിട്ട് ഇതിൻ്റെ കളറിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ടെന്ന് പറയുന്നു. അതായത് സമ്മറിലാണെങ്കിൽ കുറച്ച് ഡാർക്ക് കളർ കൂടുതലുണ്ടായിരിക്കും, വിൻ്ററിലാണെങ്കിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ നല്ല അടിപൊളി ഡാർക്ക് കളറായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് ഈ ലേക്കിലേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആട്ടോ നമുക്ക് തോന്നുക. പിന്നെ അതുകൂടാതെ ഇവർ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. 2 or 3 ലുക്കൗട്ട് പോയിൻറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അധികം തിരക്കുമില്ല കേട്ടോ. പിന്നെ ഇവിടെയുള്ളവർ ഒരിക്കലും മിസ്സാക്കാതെ കാണേണ്ട പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. നമുക്കിതിനൊക്കെ അക്ഷരം തെറ്റാതെ അങ്ങനെ വിളിക്കാം. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാരവൻ പാർക്കും ടെൻ്റ് അടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഇത് നല്ലൊരു സ്പോട്ടായിരിക്കും. അപ്പോൾ ശരി, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. നമുക്ക്